ഇത് കണ്ടല്ലോ ഒരു സമവാക്യ രൂപീകരണം. ആ ഒരു പോർഷനിൽ നമുക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഇൻകേസ് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യുന്നതാണ്. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു കൊടുത്താൽ, അതായത് എക്സ് പ്ലസ് വൈ എന്നുള്ളത് 124 അത് എത്രയാണ് വീതിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇത് 4 കേട്ടോ. അപ്പം വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര എന്നുള്ളതാണ്. സപ്പോസ് ഞാനിവിടെ എക്ക് കിട്ടുന്നത് എക്സും ബിക്ക് കിട്ടുന്നത് വൈയുമാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിക്ക്, അതായത് എന്താണ് പറഞ്ഞത്, എക്ക് കിട്ടുന്ന 4 മടങ്ങ്, അതായത് 4x പ്ലസ് എന്താണ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതൽ, ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതൽ, അതായത് 4x എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ബിക്ക് കിട്ടുന്ന 5 മടങ്ങിനേക്കാൾ 10 കൂടുതൽ. ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാകുന്നത്. ആദ്യത്തെ ഇക്വേഷന് ഇതാണ്, രണ്ടാമത്തെ ഇക്വേഷന് ഇതാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 124 എന്നുള്ളതിൽ ഏതെങ്കിലും, അതായത് എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒന്ന് എന്താക്കുക, നമ്മളിപ്പം തൽക്കാലം ഞാനിപ്പോ ഇവിടെ വൈ ഈക്വൽ ടു, അതായത് ബിക്ക് കിട്ടുന്നത് എത്ര എന്നുള്ളത് 124 എക്സ് മൈനസ് ഇതായിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം, ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇക്വേഷൻ 2 ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം എന്ത് കിട്ടും, 4x ഈക്വൽ ടു 5 ഇൻറ്റു 124 അല്ലേ, 124 മൈനസ് എക്സ് പ്ലസ് 10. ഇത് സോൾവ് ചെയ്യുക, അതായത് 5 ഇൻറ്റു 124, 5 4 20, 5 2 10, 2 5 1 5 5 1 6 മൈനസ് 5x പ്ലസ് എന്താണ് 10. ഓക്കെ, അപ്പൊ മൈനസ് 5x 10ഉം 620 എത്രയാണ്, പ്ലസ് 630 ഈക്വൽ ടു എന്നാണ് വരിക, 4x ആണ്. ഈ 4xനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഇതിനെ മൈനസ് 5xനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്താവും, 9x ഈക്വൽ ടു 630, എക്സ് ഈക്വൽ ടു എന്ത് വരും, 630/9, 630/9 എന്ന് പറയുമ്പോൾ 70. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു ആദ്യമേ, എക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ എക്ക് കിട്ടുന്നതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം എക്സ് ഈക്വൽ ടു 70 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓപ്ഷൻ എ ആണ്. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാം, എന്നിട്ട് ചെയ്ത് നോക്കാം. സോ